ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ പോൾ ഹേമൻ റിംഗിലേക്ക് വന്നുകൊണ്ട് പങ്കിനെയും റോമനെയും താൻ ചതിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ തന്നെ സെത്ത് റോളിൻസ് വന്നു. ഹെയ്മാനെ റോമനും പങ്കും കൂടി ഉപയോഗിക്കുകയാണ് എന്നുള്ളതായിരുന്നു റോളിൻസ് ഹെയ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റസൽമീനിയയിൽ തോറ്റത്തിന് ശേഷം റോമൻ റീൻസ് നിന്നെ ഒറ്റക്കാക്കിയിട്ട് വേറെ എങ്ങോട്ടേക്കോ പോയില്ലേ, അപ്പോൾ നിന്നെ കൂട്ടിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ 10 വർഷത്തോളമായിട്ട് CM പങ്ക് WWE വിട്ട് വേറെ കമ്പനിയിൽ നിന്ന് WWE പൊട്ടിക്കാൻ വേണ്ടി നോക്കിയില്ലേ, അപ്പോഴും നിന്നെ ഓർത്തില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഇവരുടെ കൂടെ വെറുതെ പോയി നിൽക്കുന്നത്? നീയാണ് ഇപ്പോൾ നമ്മുടെ മാച്ചിൽ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നീ അതിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടി അടിപൊളിയായിട്ട് ആ ഒരു മാച്ച് മത്സരിച്ചോളാമെന്ന് സെത്ത് റോളിൻസ് പറഞ്ഞു. ഹെയ്മാൻ, നീ ആ ഒരു മാച്ചിൽ നിന്നും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ മുഖത്ത് അടിച്ചു കഴിഞ്ഞാൽ നീ മാറുമോ, നിന്നെ ചവിട്ടി കഴിഞ്ഞാൽ നീ മാറുമോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ ചോദിച്ച് പോൾ ഹെയ്മാനെ സെത്ത് റോളിൻസ് അവിടെ നിന്നും അടിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ CM പങ്ക് വന്നുകൊണ്ട് സെത്ത് റോളിൻസും CM പങ്കും തമ്മിൽ അവിടെ നിന്നും ഒരു ഫൈറ്റ് ഉണ്ടാവുകയുണ്ടായി. ഉടനെ തന്നെ റോളിൻസിന്റെ കയ്യിൽ നിന്നും ഒരു കേർബ് സ്റ്റോംപ് CM പങ്കിന് കൊടുക്കുകയുണ്ടായി. പോൾ ഹേമൻ സ്റ്റോംപ് കൊടുക്കുന്നതിന് മുൻപേ തന്നെ സ്റ്റോംപ് മാറ്റി വെച്ചുകൊണ്ട് ഈ സ്റ്റോംപ് ചെയ്യാതിരുന്നതുകൊണ്ട് നീ എനിക്ക് ഇനി ഒരു ഫേവർ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു സെത്ത് റോളിൻസ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. സോ റസൽമേനിയയിൽ സെത്ത് റോളിൻസിനും ഒരു ഫേവർ പോൾ ഹേമൻ ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് ടോട്ടലി കോംപ്ലിക്കേറ്റഡ്.